ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തഞ്ചാവൂരിൻ്റെ തനത് ഡാൻസിങ് ഡോൾ, അതായത് തലയാട്ട് ബൊമ്മ, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ഈ തലയാട്ട് ബൊമ്മ യഥാർത്ഥത്തിൽ ഒരു 4 പാർട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. ഒറ്റ ഡോളല്ല. ഇത് താഴെയുള്ള പാർട്ട്, ഇത് അതിന് മുകളിൽ നമ്മൾ വെക്കേണ്ടത്, ഇത് ബോഡി പാർട്ട്, ആൻഡ് ഫൈനൽ നമ്മുടെ ഹെഡ്. ഇത്രയും അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലയാട്ട് ബൊമ്മ കറക്റ്റായിട്ട് വരുന്നത്. ഒരു ചെറിയ കാറ്റ് വീശിയാൽ പോലും നമുക്കിത് ഡാൻസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ ഇത് അത്രയും മനോഹരമായിട്ടുള്ളതാണ്. ഇവർ അവരുടേതായ ഒതൻറ്റിക് രീതി എന്ന് പറയുന്ന അവർക്ക് അവിടെ തന്നെ കിട്ടുന്ന ഒരു ക്ലേ ഉണ്ട്. ആ ക്ലേയും പേപ്പർ മാഷ്, അതായത് നമ്മൾ പേപ്പർ വെള്ളത്തിൽ കുതിർത്തെടുക്കുന്ന സംഭവവും പശയൊക്കെ ചേർത്തിട്ടാണ് അവരിതിൻ്റെ ഒരു ഡോ ഉണ്ടാക്കുന്നത്. ആ സംഭവം പരത്തി അത് മോൾഡിൽ, അതായത് ഈ ഡോളിൻ്റെ ഓരോ പാർട്ടിൻ്റെ മോൾഡ് അവരുടെ കയ്യിലുണ്ട്. ഈ മോൾഡിലേക്ക് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് 2 കഷ്ണമായിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഫൈനൽ ഡോളായിട്ട് ചെയ്യുന്നത്. ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. പക്ഷേ കഷ്ടപ്പാടിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ മനോഹരമായ ഈ ഒരു ഡാൻസിങ് ഡോളാണ്. അത് നമ്മുടെ തഞ്ചാവൂരിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ ഡോൾ എന്ന് പറയുന്നത്. അതുപോലെ കഥകളിയുടെ സംഭവങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. അത് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫേസൊക്കെ ഈ തട്ടിക്കൂട്ട് ഫേസ് അല്ല, നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര ചെറുതാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു കമ്പിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇതേ ഡീറ്റെയിലിംഗ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിനകത്തും, അതായത് ഈ ഒരു ഡോളിനകത്തും നമുക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്ടും ഈ ഒരു കമ്പിയുടെ മെക്കാനിസത്തിലാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇത് ഒരു കാറ്റ് അധികം ഭാരമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരു കാറ്റ് വരുമ്പോൾ തന്നെ ഇത് ഇത്രയും പെട്ടെന്ന് മൂവ് ചെയ്യുന്നതും നമുക്ക് ആ ഒരു ഡാൻസ് ചെയ്യുന്ന ഫീല് വരുന്നതും. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റിക്രിയേഷൻ ഉണ്ടാവും. നമ്മൾ റീസൈക്ലിംഗ് ലെവലിലും അല്ലാതെ ഓതൻറ്റിക് ലെവലിലും നമ്മൾ റിക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തരിക. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.